അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും സംതിങ് മേക്കേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് പ്രത്യേക ഒരു കാര്യത്തിനെ ചർച്ച ചെയ്യാനായിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. 8, 9, 10 ക്ലാസ്സുകളിൽ 9:30 മുതൽ 3:30 വരെയാണ് ക്ലാസ് ടൈം ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്ത മാസം മുതൽ പ്രാവർത്തികമാകുന്നതെന്ന് വെച്ചാൽ 9:45 തൊട്ട് 4:30 വരെ ആയിരിക്കും ഗൈസ് അടുത്ത മാസം ക്ലാസ് ടൈമിംഗ്. ഈ ക്ലാസ് ടൈമിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞ 4:30ക്കാണ് സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ എത്തുമ്പോൾ ഏകദേശം 5 മണിയൊക്കെ ആകും ഗൈസ്. 5 മണിക്ക് വരുമ്പോൾ തളർന്ന് മുപ്പാടളം ഇരിക്കുകയായിരിക്കും. പിന്നെ 6:30 ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പഠിക്കാനൊക്കെ ഭയങ്കര പാടാണ്. 5 മണിക്ക് നമ്മൾ വീട്ടിൽ വന്നിട്ട് കുളിച്ച് ഫുഡൊക്കെ കഴിക്കുമ്പോൾ തന്നെ 6 മണിയാവും. പിന്നെ കുറച്ച് നേരം TV കാണാൻ തന്നെ 1 മണിക്കൂറൊക്കെ നോക്കി കഴിഞ്ഞാൽ 7 മണി എന്തായാലും ആകുന്നതായിരിക്കും. 7 മണി തൊട്ട് 2 മണിക്കൂർ പഠിക്കും. മിനിമം 3 മണിക്കൂർ പഠിക്കുന്നതെന്ന് വെച്ചാൽ 7 മണി തൊട്ട് ഏകദേശം 9 മണി വരെ പഠിക്കുന്ന 10 മണി വരെ പഠിക്കണം. 10 മണി വരെ പഠിച്ചിട്ട് രാത്രിത്തെ ഫുഡും കഴിച്ച് 10:30, 11 മണിക്കാണ് ഉറങ്ങാൻ പറ്റുന്നത്. ഉറങ്ങുമ്പോൾ 11 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ ട്യൂഷൻ ഉള്ളവരാണെങ്കിൽ രാവിലെ 5 മണിക്ക് എണീക്കണം. 8 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങേണ്ടതാണ്. ഇല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഈ സ്കൂളെന്ന് പറയുന്നത് ഇപ്പോൾ 9:30 തുടങ്ങുന്നതിന് പകരം 8:30 തുടങ്ങി 3:30 വരെ ആക്കിയാലെങ്കിലും കുറച്ചും കൂടി നന്നായിരുന്നേനെ. ഇല്ലെങ്കിൽ ഒരു 7:30 തുടങ്ങിയിട്ട് 2:30 വിടുന്നത് പോലെയെങ്കിലും ആക്കിയാൽ മതിയായിരുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ അന്നന്ന് സ്കൂളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്ന് പഠിക്കാൻ സമയമൊന്നും കാണത്തില്ല ഗൈസ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു സ്വീറ്റായിട്ടുള്ള കുഞ്ഞു മെമ്മറീസൊക്കെ നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. രാവിലെ 5:30 ട്യൂഷന് പോയിട്ട് പിന്നെ വൈകുന്നേരം 5:30 വീട്ടിൽ വന്ന 12 മണിക്കൂറാണ് നമ്മൾ വെളിയിരിക്കുന്നത്. എന്നിട്ട് വീട്ടിൽ വന്ന് എന്തൊക്കെയെല്ലാമോ ചെയ്തിട്ട് അവസാനം കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം ഒരു വീട് എന്നും പറഞ്ഞാൽ എന്താണ് സീലൊക്കെ ഉള്ളത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തുള്ള അറ്റാച്ച്മെൻറ്റ് കുറയുമല്ലാതെ ഒരു മെച്ചം ഇതായിട്ട് ഇതിൽ വരാൻ പോകുന്നതൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ക്ലാസ് ടൈം ഇങ്ങനെ കൂട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി ഫ്രണ്ടിലോട്ടാക്കണേക്കാളും കുറച്ചും കൂടി ബാക്കിലോട്ടാക്കി ഒരു 8:30 തൊട്ട് 3:30, 7:30 തൊട്ട് 2:30 അങ്ങനെ ആക്കുന്നതായിരിക്കും നല്ലത്. 1 മണിക്കൂർ കൂട്ടാനാണ് 9:45 തൊട്ട് 4:15 വരെ ആക്കണ്ടായിരുന്നു. അതിന് പകരം ഒരു 7:30 തുടങ്ങിയിട്ട് 2:30 തീരുന്ന പോലെ, 8:30 തുടങ്ങിയിട്ട് 3:30 തീരുന്ന പോലെ ആക്കുന്നതായിരുന്നു കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സാധാരണ ഒരു വ്യക്തിയുടെ വർക്ക് അവേഴ്സ് എന്ന് പറഞ്ഞാലേ ഒരു 8 മണിക്കൂർ 7 മണിക്കൂറേ ഉള്ളൂ. ഇതിപ്പോൾ രാവിലെ പോയിട്ട് രാവിലെ ട്യൂഷനിലൊക്കെ പോണ കുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ 12 മണിക്കൂറൊക്കെയാണ് പഠനത്തിന് മാത്രമായി ചിലവഴിക്കേണ്ടത്. പഠനത്തിന് മാത്രമായിട്ട് സ്കൂളിലും ട്യൂഷനിലും പോയി ചിലവഴിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് 2, 3, 4 മണിക്കൂറൊക്കെ പിന്നെയും പഠിക്കണം. അങ്ങനെ നോക്കുമ്പോൾ 16 മണിക്കൂറാണെങ്കിൽ പഠിക്കേണ്ടി വരും. 8 മണിക്കൂർ ഉറക്കം വരുമ്പോഴേ അന്നത്തെ ദിവസം തീർന്നു കഴിയും. 2 മണിക്കൂർ പഠിച്ചാലും ഏകദേശം 12, 14 മണിക്കൂർ പഠിച്ചു. 8 മണിക്കൂർ ഉറങ്ങിയാൽ 14 + 8 എന്ന് പറഞ്ഞാൽ 22 മണിക്കൂർ അപ്പോഴേ ആയി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനും കുളിക്കാനും ഒന്നിനും നേരമില്ല ഗൈസ്. ബാത്റൂമിൽ പോകാൻ ഇത്തിരി നേരം വെളിയിറങ്ങാനും ഒന്നിനും നേരമില്ല. അതിനൊക്കെ ചുരുക്കി 2 മണിക്കൂറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഫുള്ളും ബിസി ആയിട്ട് നെരുങ്ങി കൂടി ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ചീഞ്ഞ് നാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഗൈസ്. അതിന് മേലെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്നതായിരിക്കും ഗൈസ് നല്ലത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ഒരു കാരണവശാലും മടിക്കാതെ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയറും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം.